ഇങ്ങനെ ഒരു പദ്ധതിയെ പറ്റി ആലോചിച്ചപ്പോൾ ഇത് ലോഞ്ച് ചെയ്യേണ്ട ഏറ്റവും അനുയോജ്യമായ സ്ഥലം കോട്ടക്കുന്നാണെന്ന് തോന്നി. കാരണം നിങ്ങളെല്ലാം നിങ്ങളുടെ ഹെൽത്തിനെ പറ്റി കോൺഷ്യസ് ആയിട്ടുള്ളവരാണ്. അവരോടാണ് ഒരു കാര്യം പറയാനും സംസാരിക്കാനും എളുപ്പം. നമ്മളിതിലൂടെ ഉദ്ദേശിക്കുന്നത് മധുരം, എണ്ണ, ഉപ്പ് തുടങ്ങിയവ കുറച്ചു കൊണ്ടുവരിക. ഭക്ഷണം ഒരാളിനെ പറ്റി അവർ കഴിക്കുന്ന ഭക്ഷണത്തിനെ പറ്റി എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ശരിയല്ല. ഭക്ഷണം ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ നമുക്കിത് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതിന് പകരം ഇങ്ങനെ കുറച്ചു കൊണ്ടുവരുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, മധുരം എന്ന് പറഞ്ഞ ഒരു സന്തോഷമുള്ള കാര്യമാണ്, ആഘോഷത്തിന്റെ ഭാഗമായിട്ട് മധുരം കുറയ്ക്കുന്നു. അതിന് പകരം എന്ത് വയ്ക്കാൻ പറ്റും? വ്യായാമം വയ്ക്കാം, സംഗീതം വയ്ക്കാം, അങ്ങനെ പല കാര്യങ്ങളും പകരം ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ചെറിയ അളവിൽ കുറയ്ക്കാൻ ഉള്ളൊരു ശ്രമം ഉണ്ടായില്ല. അത് പ്രായോഗികമായിട്ട് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതൊക്കെ വിശദീകരിക്കുന്ന ഒരു ചെറിയ ലീഫ്ലെറ്റ് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ വളരെ പുതിയ കാര്യമല്ല, വളരെ വലിയൊരു കാര്യമൊന്നുമല്ല, ചെറിയൊരു കാര്യം, നമുക്കെല്ലാം നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യം. ഇതിനെപ്പറ്റി നമ്മൾ മുമ്പൊക്കെ ആലോചിക്കുമ്പോൾ ചോദിക്കുന്ന കാര്യം, ഹോട്ടലുകാർ പറയും അല്ലെങ്കിൽ ബേക്കേഴ്സ് പറയും, കൺസ്യൂമർ ചോദിച്ചാൽ മാത്രമേ നമുക്ക് കുറച്ച് സാൾട്ട് ഉള്ളത് കൊടുക്കാൻ പറ്റുള്ളൂ. കൺസ്യൂമർ പറയും ഹോട്ടലിൽ പോയി നമുക്ക് കിട്ടുന്നില്ല. ഒരു സ്റ്റാർ ഹോട്ടലിൽ പോകുന്നവർക്ക് അത് പ്രശ്നമില്ല, അവിടെ ഷുഗർ സാക്ഷി പ്രത്യേകം കൊടുക്കും, ഷുഗർ ക്യൂബ്സ് കൊടുക്കും, അവരുടെ ചോയ്സ് അനുസരിച്ച് കഴിക്കാം. പക്ഷെ സാധാരണക്കാർ പോകുന്ന സാധാരണ സ്ഥാപനങ്ങൾ ഇത് കുറഞ്ഞുകൊണ്ട്, അപ്പൊ നമ്മൾ അതങ്ങനെ ചെറിയ ചെറിയ ഇതിലൂടെ നമ്മുടെ ഒരു വലിയൊരു ഇഷ്യൂ അല്ലാതെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതല്ല. അപ്പൊ ഇങ്ങനൊരു കാര്യം മുമ്പോട്ട് വെച്ചപ്പോൾ ആദ്യം ഞങ്ങൾ പല രീതിയിൽ ആലോചിച്ചു. സന്നദ്ധ സംഘടന, ട്രോമ കെയർ വോളണ്ടിയേഴ്സ്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ്, ബേക്കേഴ്സ്, വിവിധ സംഘടനകൾ എല്ലാവരും ചേർന്നാണ് ആദ്യമായിട്ട് ആലോചിച്ചത്. അപ്പൊ എല്ലാവരുടെയും ഭാഗത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളിത് നടപ്പിലാക്കാൻ വേണ്ടി മുമ്പോട്ട് പോകും. നമ്മൾ കഴിക്കുന്ന പഞ്ചസാര ഒഴിവാക്കുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. പലരും നമ്മൾ ഒഴിവാക്കുന്നത് എന്തെങ്കിലും രോഗം വരും. അതിന്റെ അളവ് കുറയ്ക്കും. പകുതിയായിട്ട് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ പകുതിയായിട്ട് കുറയ്ക്കാം, കുറച്ചെങ്കിലും കുറയ്ക്കാൻ പറ്റും. നമ്മളത് വാച്ച് ചെയ്യുക. നമ്മൾ ഓരോ മാസവും ഉപയോഗിക്കുന്നതിൻ്റെ കുറവ് വരുന്നുണ്ട്. അതിന് പ്രായോഗികമായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഈ ലീഫ്ലെറ്റിലൂടെ വിശദീകരിക്കുന്നു. ചെറിയ സ്പൂൺ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അഡീഷണലായിട്ട് പഞ്ചസാര അപ്പം ഉണ്ടാക്കുമ്പോഴും ഒക്കെ ചേർക്കുന്ന രീതി മാറ്റുക. ഉപ്പ് അഡീഷണലായിട്ട് ചപ്പാത്തിയും പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന രീതി മാറ്റുക. ചെറിയ സ്പൂൺ വയ്ക്കുക, വാങ്ങിക്കുന്നതിലൊരു കണക്ക് വയ്ക്കുക. അങ്ങനെയുള്ള ചില പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത്. അതുപോലെ തന്നെ ഫാറ്റും ഡേഞ്ചറസ് ആണെന്ന് നമുക്കറിയാം. അതിലുപരി സ്ഥാപനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് എന്തുമാത്രം ക്വാളിറ്റിയുള്ള ഫാറ്റാണ് അല്ലെങ്കിൽ എണ്ണയാണെന്ന് നമുക്ക് ഉറപ്പാക്കുക ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ റിയൂസ് ചെയ്യുന്ന എണ്ണ ഓയിലുണ്ടാകുന്ന ഇതിനേക്കാളധികം പ്രശ്നം അതിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്ന പോളാർ കോമ്പൗണ്ട്സ് ക്യാൻസറസ് ആണെന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്. അപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടുള്ള റിസർച്ച് ഫൈൻഡിങ്സിന്റെ ബേസിസിലാണ്. അപ്പം ഹോട്ടലുകളോട് സംസാരിക്കുമ്പോൾ കസ്റ്റമർ ഒരിക്കലും കളർ ചേർക്കാത്ത ഭക്ഷണം ആവശ്യപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവർ ചേഞ്ച് ചെയ്യാൻ റെഡിയാണെന്നാണ് ഹോട്ടൽസും ബേക്കേഴ്സും പറഞ്ഞത്. നമ്മൾ ഹോട്ടലുകളോടും ബേക്കറികളോടും ആവശ്യപ്പെടുന്നത് ആരെയും നിർബന്ധിക്കാൻ പാടില്ല. മധുരം കുറഞ്ഞത് ചോദിക്കുന്നവർക്ക് മധുരം കുറഞ്ഞു കൊടുക്കുക. അതോടൊപ്പം ഒരു ഹെൽത്തി ഷെൽഫിലേക്ക് എത്തിച്ചേരും. ഓയിലി ഫുഡിനൊപ്പം ഓയിൽ ചേർക്കാത്ത ഫുഡിന്റെ ഒരു ഓപ്ഷൻ കൊടുക്കും. തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും. അതോടൊപ്പം നമ്മളെല്ലാം വ്യായാമം ചെയ്യുന്നു. അതുപോലെ മാനസിക വ്യായാമത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. ഫിസിക്കൽ വ്യായാമത്തിനെ പോലെ തന്നെ മാനസികമായിട്ട് വ്യായാമം. മാനസിക വ്യായാമം എന്ന് പറയുമ്പോൾ അത് ചെസ് കളിക്കുന്നവർ മാനസിക വ്യായാമമാണ്. സുഡോക്ക് ചെയ്യാം, അല്ലെങ്കിൽ സംഗീതം കേൾക്കുന്നതും വായിക്കുന്നതും എല്ലാം മാനസികമായിട്ടുള്ള വ്യായാമമാണ്. ശാരീരിക വ്യായാമത്തിനോടൊപ്പം തന്നെ പ്രാധാന്യമാണ്. അതിലൂടെ ആൽഷൈമേഴ്സ്, ഡെമെൻഷ്യ തുടങ്ങിയ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസിന് ചെറുക്കാൻ സാധിക്കും, കുറയ്ക്കാൻ സാധിക്കും. അതിന്റെ സാധ്യത കുറയുന്നുള്ള ഒരുപാട് റിസർച്ച് ഫൈൻഡിങ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക, ശ്രമിക്കുക എന്ന് നമ്മൾ പറയുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ 4-5 കിലോമീറ്റർ നടക്കും. ബസ് ക്യാച്ച് ചെയ്യാൻ വേണ്ടി നടക്കും, ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നടക്കും എല്ലാവരും. അത് നമ്മുടെ കൺജഷനും കുറയ്ക്കും, റോഡ് കൺജഷനും കുറയ്ക്കും. അതുപോലെ ഇവിടെ എക്സർസൈസ് ചെയ്യാൻ വരുമ്പോൾ എല്ലാവരും കാറിലും ഒക്കെയാണ് വരുന്നത്, ബൈക്കിലാണ് വരുന്നത്. ഒരു സൈക്കിൾ ഉപയോഗിച്ചാൽ അത് തന്നെ എക്സർസൈസ് ആയി. അത് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. പറ്റുമെങ്കിൽ എല്ലാവരും വീട്ടിലൊരു സൈക്കിൾ വാങ്ങിച്ചു 2-3 കിലോമീറ്റർ വരുമ്പോൾ സൈക്കിൾ വരും. ഞാനത് ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ എല്ലാ ദിവസവും 25 കിലോമീറ്റർ സൈക്ലിംഗ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അത് വലിയ കാര്യം, ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്ന വലിയ കാര്യമൊന്നുമില്ല, സിമ്പിളായ കാര്യങ്ങൾ
മധുരം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണമെന്ന് ആരോടും പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. അതുപോലെ ഉപ്പ് ടേസ്റ്റ് തരുന്ന കാര്യമാണ്, പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്ന ആരോടും പറയാൻ പറ്റില്ല, കുറച്ച് കൊണ്ടുവരും. കാരണം നമ്മുടെ ഈ ഉപ്പിന്റെയും മധുരത്തിന്റെയും കൺസപ്ഷൻ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് നോക്കുമ്പോഴും മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആവശ്യമുള്ളതിന്റെ എത്രയോ വരും. അതുകൊണ്ട് അത് കുറച്ച് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതിലേക്ക് വരാൻ പറ്റും. കളർ കുറയ്ക്കുന്നത് സംബന്ധിച്ച് ഹോട്ടലും റെസ്റ്റോറൻറ്റ്സും ബേക്കേഴ്സും ഒക്കെ സമ്മതം പറഞ്ഞത് വളരെ പോസിറ്റീവായ കാര്യമാണ്. അവർ കളറുള്ളതിനോടൊപ്പം തന്നെ കളറില്ലാത്ത ഒരു ഷെൽഫും തീർച്ചയായിട്ടും ഓപ്ഷൻ തരും കൺസ്യൂമേഴ്സിന്. പക്ഷെ നമ്മൾ ചോദിക്കണം, എങ്കിൽ മാത്രമേ ഇത് നിലനിൽക്കുള്ളൂ. കൺസ്യൂമറുടെ ഭാഗത്തു നിന്നുള്ള അവയർനെസ്സിലൂടെ മാത്രമേ നമുക്കൊരു കാര്യം നടപ്പിലാക്കാൻ പറ്റൂ. കളറില്ലാത്ത ഫുഡ് അത്ര അട്രാക്റ്റീവ് ആയിരിക്കില്ല, കാഴ്ചയിൽ അട്രാക്റ്റീവ് ആയിരിക്കില്ല. പക്ഷെ അത് നമ്മൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ നമുക്ക് ലഭ്യമാകും. അപ്പോൾ ഗ്രാജുവലായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിലൂടെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, നമ്പർ ഓഫ് ക്യാൻസർ പേഷ്യൻ്റ് ഏറ്റവും അധികം മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ദുഃഖകരമായ കാര്യമാണ്. ഡയാലിസിസ് ചെയ്യുന്നവരും എല്ലാ സന്നദ്ധ സംഘടനകളും എപ്പോഴും ആലോചിക്കുന്നത് കൂടുതൽ ഡയാലിസിസ് മെഷീനുകൾ കൊടുക്കാൻ വേണ്ടിയാണ്. അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഈ ഉദ്യമത്തിന് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു.